വേദപുസ്തകത്തിലേക്ക് നിങ്ങൾക്ക് തിരിയാം. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം നിങ്ങളുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസ്യ രാജാവായ കോരേശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ഒന്നുകൂടെ. എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസ്യ രാജാവായ കോരേശിന്റെ വാഴ്ചയിലും എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. നിങ്ങൾ 2 രാജാക്കന്മാരുടെ കാലം എഴുതിയിട്ട് വേദപുസ്തകം എഴുതി. ദാനിയേൽ ശുഭപ്പെട്ടു. രാമയും പറയോ? ശുഭപ്പെടാൻ പറ്റുന്ന അന്തരീക്ഷത്തിലല്ല. ചുറ്റും പ്രതിസന്ധികൾ കൂടുകൂട്ടി നിൽക്കുക, പക്ഷെ പുസ്തകം എഴുതി ശുഭപ്പെട്ടു. നിനക്ക് ചുറ്റും പ്രതിസന്ധി ഉണ്ടെങ്കിലും നീ ശുഭപ്പെടും. നിന്റെ കുടുംബം ശുഭപ്പെടും, നിന്റെ തലമുറ ശുഭപ്പെടും, നിന്റെ വീട് ശുഭപ്പെടും. നിനക്കെതിരെ മന്ത്രവാദങ്ങളുണ്ട്, പക്ഷെ നീ ശുഭപ്പെടും. നിനക്കെതിരെ ആഭിചാരമുണ്ട്, പക്ഷെ നീ ശുഭപ്പെടും. നിനക്കെതിരെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, പേടിക്കണ്ട മക്കളെ, ശുഭപ്പെടാൻ പോവാ. ഇന്ന് രാവിലെ ചില ആളുകളെ ശുഭപ്പെടാൻ പോവാ. അകത്ത് ഉറപ്പുള്ളവരെ ദൈവത്തിന് ഇന്ന് രാവിലെ ആമീൻ പറഞ്ഞു. ഈ വചനത്തിന്റെ പവർ ചില ആളുകളെ തൊടാൻ പോകുകയാ. ചില കുടുംബങ്ങൾക്കകത്ത് അഭിഷക്തനെ ആത്മാവ് ഇന്ന് രാവിലെ തൂത് കൈമാറുക. നിന്റെ വീട് ശുഭപ്പെടാൻ പോകുകയാ, നിന്റെ കുടുംബം ശുഭപ്പെടാൻ പോകുകയാ. 6-ാം അധ്യായം എഴുതി അവസാനിപ്പിക്കുന്നത് കോരശിന്റെ കാലത്തും ദാര്യാവേശിന്റെ കാലത്തും ദാനിയേൽ ശുഭപ്പെട്ടു. എന്നാ? ദാര്യാവേശിന്റെ കാലത്തും കോരശിന്റെ കാലത്തും ദാനിയേൽ ശുഭപ്പെട്ടു. പുസ്തകം എഴുതി തുടങ്ങിയപ്പോ ഇങ്ങനൊരു പര്യവസാനം ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചില്ല. മനസ്സിലായോ? പുസ്തകം എഴുതിയത് എങ്ങനെയാണെന്നറിയോ? അധ്യായം തുടങ്ങി എങ്ങനെയാണെന്നറിയോ? ഈ കാലത്ത് ദാനിയേലിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി. എന്നാ? കൂട്ടുകെട്ടുണ്ടാക്കി. ഇന്നലെ കൂട്ടുകെട്ടുകൾ പൊളിയും. അത് തുടങ്ങാൻ പോവാ. ചില കൂട്ടുകെട്ടുകൾ പൊളിയാൻ പോവുകയാ. അഭിഷക്തനെ, നിനക്ക് വിരോധമായി പിശാച് കൂടുകൂട്ടിയ കൂട്ടുകെട്ടുകൾ ഇന്ന് രാവിലെ അമ്പെ പരാജയപ്പെടാൻ പോവാ. നിന്റെ വീട് തകർന്നു കാണാൻ, നിന്റെ കുടുംബം തകർന്നു കാണാൻ. നിന്നേക്കാൾ എത്ര പ്രബലനാണെങ്കിലും ഇത് പൊളിക്കാൻ കരുത്തുള്ളവൻ നിന്റെ കൂടെ ഉണ്ട്. നിന്റെ ദൈവം ആരാന്നറിയാമോ? നിന്റെ ദൈവം യുദ്ധങ്ങൾ ചെയ്യുന്നവനാണ്. നിന്റെ ദൈവം ആരാന്നറിയാമോ? അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. നിന്റെ ദൈവം ആരാന്നറിയാമോ? യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. ഈ ചരിത്രം എഴുതുന്നത് ദാര്യാവേശിന്റെ കാലത്തെ ചരിത്രമാണ്. അപ്പൊ കോരശിന്റെ ചരിത്രം ഞാൻ പിന്നീട് പറയും. കോരശിന്റെ ചരിത്രം, ഈ ജാതീയ രാജാവാണ് കോരശ്. ഞാൻ ഒരു വാക്ക് പറയാം. ദൈവത്തിന് നിന്നെ ഉയർത്തണമെങ്കിൽ ആരെയും കയ്യിലെടുക്കും. ഒരാമയും പറഞ്ഞു. ദൈവത്തിന് നിന്റെ വീടിനെ ഉയർത്തണമെങ്കിൽ ദൈവം ആരെയും കയ്യിലെടുക്കും. അതിനെ ജാതീയ രാജാവൊന്നും ദൈവത്തിന് വിഷയമില്ല. ഏതവനെയും നിനക്ക് വേണ്ടി കയ്യിലെടുക്കും. ഏതവനെയും ദൈവം കയ്യിലെടുക്കും. അതാ ദൈവത്തിന്റെ പരിപാടി, ദൈവത്തിന്റെ പരിപാടി. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ ശുഭപ്പെടുമെന്ന് ഉറപ്പുണ്ടോ? ചിലപ്പോൾ ശരിക്കും നിങ്ങളുടെ ജീവിതം തുടങ്ങിയപ്പോൾ ശരിക്കും നന്നൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ അവസാനം ശുഭപ്പെടുമെന്ന് എഴുതും. എന്നാ? ഒരാൾക്ക് കൈ കൊടുത്തു പറ, അവസാനം ശുഭപ്പെടും. തിരിച്ചുകൊണ്ട് പറഞ്ഞ അവസാനം. അതിന് ബൈബിളിൽ വാക്യമുണ്ടോ? ഉണ്ടോ. വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിന്റെ ആദ്യസ്ഥിതി അല്പമായി തോന്നും, അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്നറിയോ? ഇപ്പൊ ഞങ്ങൾക്ക് പ്രശ്നമൊക്കെ ഉണ്ട്, ഇപ്പൊ ഞങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ട്, ഇപ്പൊ ശ്വാസം മുട്ടലുണ്ട്, ഇപ്പൊ അപവാദമുണ്ട്, ഇപ്പൊ താഴ്ചയുണ്ട്, കൂടെ നിൽക്കുന്നവർ ഒറ്റിക്കൊടുക്കും, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഒരു ദിവസം ഞങ്ങൾ കല്ലറ ഇറക്കി പുറത്തു വരും. ഒരു ദിവസം ഞങ്ങൾ കല്ലറ ഇറക്കി പുറത്തു വരും. ഈ കല്ലറ കണക്കാൻ വരും, കല്ലിന് അടക്കം വരും, ഇമ്പ്യൂരിയൻ മുദ്രക്ക് അടക്കം വരും. വരും വരും വരും. നിങ്ങൾ ഉറച്ചൊരാമയും പറഞ്ഞോ? നിങ്ങൾക്ക് മനസ്സിലായോ? നിന്റെ പ്രതിസന്ധി അനങ്ങുമെന്നാ ഞാൻ പറഞ്ഞേ. പ്രതിസന്ധി അനങ്ങും.
പക്ഷെ 3 ദിവസം കാത്തിരിക്കണം. 3 ദിവസം കാത്തിരിക്കണം. പ്രതിസന്ധി അനങ്ങാൻ ഒരു 3 ദിവസം എടുക്കും. എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട്, എല്ലാ താഴ്ചയ്ക്കും ഒരു ഉയർച്ചയുണ്ട്. ഉയരണമെങ്കിൽ എന്ത് വേണം? ഇപ്പോഴത്തെ താഴ്ച ഉയർച്ചയ്ക്കാണ്, ഇപ്പോഴത്തെ ഈ കയറ്റം ഇറക്കത്തിനാണ്. കൈ ഉയർത്തിയ രാമയും പറ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ ഈ കഷ്ടം അനുഭവിക്കുന്നില്ലേ? അതെന്തിനാ? ഉയർച്ചയ്ക്ക. എല്ലാ കണ്ണുനീരിനും ഒരു ശുഭതയുണ്ട്, എല്ലാ വിലാപത്തിനും ഒരു നൃത്തമുണ്ട്. എന്നും നിനക്ക് വിലാപമല്ല. കേൾക്കുന്നവരോട് പറയുക, നിന്റെ വിലാപത്തിനപ്പുറത്തൊരു നൃത്തമുണ്ട്. എന്നും നിനക്ക് വിലാപമല്ല. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരനും ഒരു കുതിരയും കൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. ഇങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം അവരൊരു കാടിനോടടുത്തു. അവർക്ക് ആ സമയത്ത് കുറ്റാക്കുറ്റിരിട്ട് സൂര്യൻ അസ്തമിച്ചു. പടിഞ്ഞാറെ ചക്രവാളത്തിൽ സൂര്യൻ മിഴിയടയ്ക്കാൻ തുടങ്ങി. അവർ കാടിനകത്തേക്ക് കടന്നുപോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഘോരമായ വനത്തിനകത്ത് പെട്ടുപോയി. അവർക്ക് 2 പേർക്കും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കുതിര ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ, നിനക്ക് അങ്ങ് ദൂരവേ വല്ലതും കാണാൻ പറ്റുമോ? അവൻ പറഞ്ഞു, ഒന്നും കാണുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. അവർ യാത്ര അവിടെ അവസാനിപ്പിച്ചു. അവർക്കൊന്നും കാണുന്നില്ല. നിങ്ങൾ എന്നെ കേട്ടോണം. ഇവർ 2 പേരും കൂടെ നിൽക്കുമ്പോൾ കുതിര അവനോട് പറഞ്ഞു, അടുത്ത സ്റ്റെപ്പ് വെക്കാനുള്ളത് നിനക്ക് കാണാമോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അടുത്ത സ്റ്റെപ്പ് വെക്കാൻ കാണാം. എന്നാ നീ മുന്നോട്ട് അടുത്ത സ്റ്റെപ്പ് വെച്ചോ. നിനക്ക് നിന്റെ നാളുകൾ അറിയത്തില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, 100 വർഷം കഴിഞ്ഞിട്ട് അറിയത്തില്ല. അടുത്ത സ്റ്റെപ്പ് കാണാമല്ലോ അല്ലേ? അവിടോട്ട് വിശ്വാസത്തോടെ കാലെടുത്ത് വെച്ചോ. അടുത്ത സ്റ്റെപ്പ് കാണാമല്ലോ അല്ലേ? അവിടോട്ട് വിശ്വാസത്തെ കാലെടുത്ത് വെച്ചോ. 50 വർഷമൊന്നും അറിയണ്ട, നിന്റെ ജീവിതം മുഴുവൻ അറിയാവുന്ന ഒരുത്തം നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. കൈയൊന്ന് ഉയർത്തിയൊരാമീൻ പറഞ്ഞേ. അവനാണ് സർവശക്തിയുള്ള ദൈവം, അവനാണ് അത്ഭുതത്തിന്റെ ദൈവം. ശരി, ദൈവം നമുക്ക് ശുഭത തരും. എല്ലാവരും പറഞ്ഞേ. ആണുങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞേ. ദൈവം എനിക്ക് ശുഭത തരും. പറഞ്ഞേ. ആണുങ്ങൾ മാത്രം ഒന്നുകൂടെ. ശരി, സഹോദരിമാരെല്ലാം കൂടെ പറഞ്ഞേ. ഒരാ വീട്ടിൽ പറയുന്ന ശബ്ദത്തിലാ, മനസ്സിലായില്ലേ? അതാണ് കൈപൊക്കി ഒരാമയും പറഞ്ഞേരാ. ദൈവം എനിക്ക്, ഒന്നുകൂടെ, ദൈവം എനിക്ക്. നിങ്ങൾ ശുഭപ്പെടുവോ? വിടോ? വിശ്വാസമുണ്ടോ? പോകാനുണ്ട്. ഒരു വാക്കൂടെ ഞാൻ പറയാ, നിനക്ക് അടുത്തൊരു ചുവട് വെക്കാൻ കാണാമല്ലോ അല്ലേ? കാണാമെങ്കിൽ ഇന്ന് രാവിലെ വിശ്വാസത്താൽ നിങ്ങൾ ഇന്ന് രാവിലെ ചുവട് വെച്ചോ. നിന്റെ ലക്ഷ്യം പിഴക്കത്തില്ല കേട്ടോ. നിന്റെ ലക്ഷ്യം പിഴക്കത്തില്ല, നിന്റെ കുടുംബത്തിന്റെ ലക്ഷ്യം പിഴക്കത്തില്ല, നിന്റെ തലമുറ ലക്ഷ്യം പിഴക്കത്തില്ല. ലക്ഷ്യം പിഴക്കാതെ നടത്താൻ കരുത്തുള്ള ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ട്. വിശ്വാസമുള്ളവരെ 2 കരങ്ങളും ഉയർത്തിയൊരാമീൻ പറഞ്ഞ് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയൊരാമീൻ പറഞ്ഞ് വിശ്വാസത്താൽ ഉറച്ചൊരാമീൻ പറഞ്ഞ് കരം താത്തിട്ടെ. നമുക്ക് ശുഭതയുണ്ടാവും. എന്താ ശുഭതയുണ്ടാവും? ഇനി കാര്യകാരണ സഹിതം കാര്യം പറയാൻ പോവാ. നിങ്ങൾ കേട്ടോണം. ദാര്യാവിശയുടെ കാലത്ത് ദാനിയേൽ എന്ന് പറയുന്ന ഈ മനുഷ്യനെ രാജാവ് ആ രാജ്യത്തിന്റെ പ്രധാന ആളാക്കി മാറ്റി. ഈ ചെറുപ്പക്കാരൻ അവിടുന്ന് പിടിച്ചുകൊണ്ട് വന്നതിൽ 100 കണക്കിന് ആളുകളുണ്ട്. കുലീനന്മാർ, സൗന്ദര്യമുള്ളവർ, ആരോഗ്യമുള്ളവർ, ആരോഗ്യ ദൃഢഗാത്രന്മാർ, വൈശിഷ്ട്യമുള്ളവർ, ജ്ഞാനമുള്ളവർ എന്ന് ഇത്യാദി ആളുകളെ മാറ്റേണ്ടതിന് വേണ്ടി രാജാവിൻ്റെ കൽപ്പനയുണ്ടായി. അങ്ങനെ അടിമകളായി പിടിച്ചുകൊണ്ടുവന്ന ഈ ചെറുപ്പക്കാർ 4 പേരെ വ്യത്യസ്തരാക്കി മാറ്റി. ഒരു കാര്യം പറയാം, ഈ 4 പേർക്ക് പ്രത്യേകതയുണ്ട്. ഒന്ന്, അവരുടെ ആരാധന വ്യത്യസ്തമാണ്, അവരുടെ ഭക്ഷണം വ്യത്യസ്തമാണ്, അവരുടെ നടപ്പ് വ്യത്യസ്തമാണ്. അവർ എല്ലാവരെ പോലും ഇടകലരത്തില്ല. ഇന്ന് രാവിലെ വ്യത്യസ്തരായവർക്കായി സ്തോത്രം. അതിന്റെ കാര്യം എന്നാ? ഞങ്ങൾ കാക്കകളല്ല, അതുകൊണ്ട് ഞങ്ങൾ വ്യത്യസ്തരാണ്. ഞാൻ പറഞ്ഞത് കേട്ടവർ മാത്രം കൈപൊക്കി ഒരാമയും പറ. ഞങ്ങൾ ആരല്ല? കാക്കകളല്ല, പ്രാക്കളാണ്. പറഞ്ഞേ, കാക്കകളല്ല,
ഞാൻ ബാക്കി പറയാൻ തുടങ്ങാം. നിങ്ങൾ കേട്ടോ, ദാനിയേലിനെ ഉത്കൃഷ്ട മാനസ്ഥനായി വിശ്വസ്തനായി ദൈവം കണ്ട് അവനെ ആ രാജ്യത്തിൻ്റെ പ്രധാന സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവന്നു. ഒരു ദൂത് പറയാൻ പോകുകയാ. ചില ആളുകളെ ദൈവം ഉയർത്താൻ പോകുകയാ. അത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ കൈപൊക്കി ആമീൻ പറ. ഇത് നിങ്ങൾക്ക് ബാധകമാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബാധകമാണ്, നിങ്ങളുടെ കുടുംബത്തിന് ബാധകമാണ്. ചിലരെ ഉയർത്താൻ പോകുകയാ, ചിലരെ ഉയർത്താൻ പോകുകയാ. ഇന്ന് രാവിലെ അതിനു വേണ്ടിയുള്ള ദൈവിക പദ്ധതികൾ നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാ. ചിലരെ ഉയർത്താൻ പോകുകയാ. പ്രാക്കൾ എവിടെ കിടക്കൂ? കൂട്ടിൽ. എവിടെ? കൂട്ടിൽ. ഈ കുയില് മുട്ടയിടുന്ന എവിടെ? കുയില് കാക്കയുടെ കൂട്ടിൽ, അല്ലയോ? ആ, ഈ തിത്തിരി പക്ഷി കൂടുണ്ടാക്കുന്ന പോലെ എന്നൊരു വാക്യമുണ്ട്. നിങ്ങൾ നമ്മളൊന്നും വായിക്കത്തില്ലല്ലോ. ഒരു സ്വോത്രം പറഞ്ഞേ. ആ, നമ്മളിങ്ങനെ ആരെങ്കിലും ഒക്കെ അടിച്ച് മലർത്താൻ നിൽക്കുക. നീ മലത്തും മിക്കവാറും ഒരു സ്വോത്രം പറഞ്ഞ് നിന്നെ മലത്തും ദൈവം കൈപൊക്കി ഒരു സ്വോത്രം പറഞ്ഞു. ഏശാവ് വയറ്റി വെച്ച കാലെ പിടി തുടങ്ങിയതാ. എവിടെ വെച്ച്? അമ്മയുടെ വയറ്റി വെച്ച് ആടെ കാലെ പിടിച്ചു, യാക്കോബിന്റെ കാലെ പിടിച്ചു. മറന്നുപോയോ? ആരല്ല? കാക്കയല്ല, പിന്നെ ആരാ? പ്രാവിന്റെ ആ പറച്ചിലൊക്കെ കണ്ടില്ലേ? മിണ്ടുന്നില്ല. ഈ പ്രാവ് എവിടാ ഇരിക്കുന്നേ? ബൈബിൾ പ്രകാരം കടുന്തൂക്കിന്റെ മറവിലും പാറയുടെ പിളപ്പിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. ആരാ പറയുന്നറിയാമോ? നിന്റെ രക്ഷകൻ പറയുക, നിന്റെ ശബ്ദമൊന്ന് കേൾക്കട്ടെന്ന്, നിന്റെ മുഖമൊന്ന് കാണട്ടെന്ന്. കരമൊന്ന് ഉയർത്തി ഒരു ആമീൻ പറഞ്ഞേ. നമ്മൾ ആരല്ല? കാക്കയല്ല, പിന്നെ ആരാണ്? പ്രാവാണ്. ഈ കാക്ക എല്ലാം കഴിക്കുമോ? ഇല്ല. കാക്ക എന്തും കഴിക്കും. പ്രാവോ? എന്തും കഴിക്കില്ല. ഇല്ല. പൂജിച്ചത് കഴിക്കത്തില്ല പ്രാവ്. ഒരാമീൻ പറ. നേർച്ച കഴിക്കത്തില്ല പ്രാവ്. ഒരാമീൻ പറ. നേർച്ച കഴിക്കത്തില്ല പ്രാവ്. നേർച്ച സ്ഥലത്ത് പോകത്തില്ല പ്രാവ്. ഇന്ന് രാവിലെ സഭ എന്ന പ്രാവേ, കർത്താവ് ഇന്ന് രാവിലെ നിന്നെ വിളിക്കുക. നിന്റെ കരച്ചിലവൻ കാണുന്നുണ്ട്, നിന്റെ വിലാപവൻ കാണുന്നുണ്ട്. കടുന്തൂക്കിന്റെ മറവിലു പാറയുടെ പിളിപ്പിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, കൈയൊന്ന് ഉയർത്തി ഒരാമീൻ പറ. ഒരു കാര്യം കൂടെ, പ്രാവ് കുറുക, കാക്ക അലക്കുക. പ്രാവ് എങ്ങനെയാ നോക്കുന്നേ? പ്രാവ് എങ്ങനെയാ നോക്കുന്നേ? നേരെയാ നോക്കുന്നേ. കാക്കയോ? കാക്ക ഇങ്ങനെ ഇരുന്നാ നോക്കുന്നേ. ഒരാമീൻ പറ. കണ്ടിട്ടുണ്ടോ? കാക്ക എങ്ങനെയാ നോക്കുന്നേ? കാക്ക നേരെ ഇരുന്ന് നോക്കത്തില്ല, തിരിഞ്ഞിരുന്നാ നോക്കുന്നേ. ഒരു സ്വോത്രം പറ. നിന്നെ ഇന്ന് ഒരു സ്വോത്രം പറഞ്ഞില്ല, മിണ്ടുന്നില്ല. തിരിഞ്ഞിരുന്നുള്ള നോട്ടം. ഈ നേരെ നോക്കണം, മിണ്ടുന്നില്ല. നേരെ നോക്കാവൂ. പ്രാവ് നേരെ നോക്കൂ. കാക്ക എങ്ങനെ? മിണ്ടുന്നില്ല. കള്ളക്കാക്ക. മിണ്ടുന്നില്ല. അത് എന്തായാലും കാക്ക. അപ്പൊ നമ്മള് കാക്കയല്ല. ഇനി കാക്കയാണോ പ്രാവാണോ നോക്കണം. അപ്പൊ പ്രാവ് സന്ധ്യയാകുമ്പോ എവിടെ പോവും? അവനോന്റെ വീട്ടിൽ പോവും. പറഞ്ഞേ. ചില താമസിച്ചാലും വീട്ടിൽ പോകണം. ഒരാമയും പറ. ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ പോകുന്നവരൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ പോകുന്നവരുണ്ട്. പ്രാവാകണം. ആര്? കാക്കയാവരുത്. ആരാവണം? പ്രാവാ. ഈ കൂട്ടത്തിൽ, കുലീനരായുള്ള ആളുകളുടെ കൂട്ടത്തിൽ ദാനിയേലും വേറെ 3 പേരും വിശിഷ്ടരായി വിളങ്ങി. ഒരാമീൻ പറയാോ? കൂടെയുള്ള കൂട്ടത്തിൽ ദൈവം നിന്നെ ഉയർത്തും. അതിനൊറ്റ കാര്യമുള്ളൂ, നീ വിശ്വസ്തനായി ദൈവത്തിന്റെ കൂടെ നിൽക്കണം. ഞാനിത് പറയാൻ പോവാ, നിങ്ങൾ കേട്ടോണം. ഞാൻ ഈ പറയുന്ന വാക്ക് കേട്ടോണം. ദാനിയേലും കൂടെയുള്ള ശദ്രക്കും മേശക്കും അബേദനഗോഗും ഇവരിയ്ക്കുന്ന പന്തിയിൽ മദ്യം കൊണ്ടുവന്നു. ഇസ്രായേലിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന എല്ലാവരും കുടിച്ചു. ദാനിയേൽ കുടിച്ചോ? ശദ്രക്ക് കുടിച്ചോ? അബേദനഗോഗും കുടിച്ചോ? മേശക്ക് കുടിച്ചോ? അതെന്താ? പ്രാവ കുടിക്കുകയല്ല.
അവര് ഷണ്ണാധിപനെ വിളിച്ചിട്ട് പറഞ്ഞു, ബെൽസസറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അശുദ്ധി വരാതിരിക്കേണ്ടതിന് രാജാവിനോട് പറയണം 10 ദിവസത്തേക്ക് ഞാനൊരു ദൂത് പറയാം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നിന്നെ ദൈവം വ്യത്യസ്തനാക്കും, ദൈവം നിന്നെ ശ്രേഷ്ഠനാക്കും. അത് ഉറപ്പുണ്ടെങ്കിൽ കൈപൊക്കി ഒരാമയും പറ. ദൈവം നിന്നെ ഉയർത്തിപ്പിടിക്കും. അവിടെ നടുവിൽ നിന്ന് ദൈവം ഇവരെ ഉയർത്തി. ഇനി ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ മനസ്സിൽ കുറിച്ചോണം. നിങ്ങൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ ആർക്കും നിങ്ങളോട് ഒരു അസൂയയും ഉണ്ടാകില്ല. ഞാൻ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടോ. നിങ്ങൾ പണ്ട് ജീവിച്ച അതേ അവസ്ഥയിൽ ആണ് ഇപ്പോഴും ജീവിക്കുന്നതെങ്കിൽ നിങ്ങളോട് ആർക്കും ഒരു ദേഷ്യം ഉണ്ടാകില്ല. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് ഇച്ചിരി ഉയർന്നാൽ ആളുകൾക്ക് നിങ്ങളോട് അസൂയ ഉണ്ടാകും, ആളുകൾക്ക് നിങ്ങളോട് എതിർപ്പുണ്ടാകും. ആളുകൾ നിങ്ങളെ താക്കാൻ വേണ്ടി ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ദുർശക്തികളും അപവാദങ്ങളും ഒക്കെ നിനക്കെതിരെ ആളുകൾ പറയും. പക്ഷെ പേടിക്കരുത്, ഒരു വാക്ക് ഞാൻ പറയുക, നിന്നെ ഉയർത്തിയത് ദൈവമാണെങ്കിൽ, നിന്റെ വീടിനെ ഉയർത്തിയത് ദൈവമാണെങ്കിൽ ആ ഉയർച്ച നിലനിൽക്കാം. ഇന്ന് രാവിലെ ചില ഉയർച്ചകൾ നിലനിൽക്കാൻ പോകുകയാ, ചില ഉയർച്ചകൾ നിലനിൽക്കാൻ പോകുകയാ. നിനക്ക് താഴ്ച വരികയില്ല, നിനക്ക് താഴ്ച വരികയില്ല, നിനക്ക് ഉയർപ്പ് വരാൻ പോകുകയാ. അടുത്ത വാക്ക് പറയാൻ പോകുകയാ. ഒന്ന് പൊക്കിയോ രാമീൻ പറയാൻ പറ്റുമോ ദൈവമക്കളെ? ഒരു കാര്യം കേട്ടോണം, നല്ല ഒരു വീട് വെച്ചാൽ അസൂയ വരും. നിന്റെ കൊച്ചിന് നല്ലൊരു ജോലി കിട്ടിയാൽ അസൂയ വരും. നിന്റെ വീടിന് ഒരിക്കലും അവര് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടന്നാൽ നിന്റെ വീട്ടിൽ പ്രതിസന്ധി ഉണ്ടാകും. പക്ഷെ ഒരു ദൂത് ഞാൻ പറയാ, നീ ഉയർത്തപ്പെട്ടത് ദൈവത്താലാണെങ്കിൽ, 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 ദൈവത്താലാണെങ്കിൽ നിങ്ങൾ ഇത് മുൻകണ്ടേ പോകാവൂ. നിങ്ങൾ പഴയ സ്റ്റേജിലാണെങ്കിൽ ആർക്കും നിങ്ങളൊരു അസൂയ ഇല്ല. പണ്ടത്തെ പോലെയാണ് നിങ്ങളുടെ വീടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. പണ്ടത്തെ പ്രാർത്ഥന നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളെങ്കിൽ ആളുകൾക്ക് അസൂയയില്ല. പക്ഷെ നിങ്ങൾ മാറിയാൽ അസൂയ ഉണ്ടാകുമോ? ഈ അസൂയ എവിടുന്ന് തുടങ്ങിയ? അസൂയ എവിടുന്നാ തുടങ്ങിയേ? ഒത്തിരി നീട്ടത്തില്ല കേട്ടോ, ഞാൻ പെട്ടെന്ന് പറയും. അസൂയ എവിടാ തുടങ്ങിയേ? കാരാഗര പ്രമാണിക്കോ? കയീനും ഹാബേലും ആണോ? കയീനും കാബേലിനും അല്ല അസൂയ തുടങ്ങിയത്. അസൂയ തുടങ്ങിയത് പിശാചിനാ. അങ്ങനെ നമ്മൾ വ്യത്യസ്തരാണ്. ടേബിളിൽ വൈൻ കൊണ്ടുവച്ചു. ദാനിയേൽ പറഞ്ഞു കുടിക്കില്ല, ദാരിയേശു പറഞ്ഞു കുടിക്കില്ല, ഞങ്ങളിത് കുടിക്കില്ല. ഒരാമയും പറ. ഏതാള് പറഞ്ഞാലും ഞങ്ങൾ കുടിക്കത്തില്ല, കുടിക്കത്തില്ല. ഇനിയും ബാക്കി പറയുക. ദാനിയേൽ വിശിഷ്ടനായി വിളങ്ങി. ഒരാമയും കൂടെ പറഞ്ഞേ. നിന്റെ കുടുംബത്തെ ദൈവം ദേശത്ത് വിശിഷ്ടമായി ഉയർത്താൻ പോകുകയാ. അത് അകത്ത് ഉറപ്പുള്ളവരെ കൈയൊന്നടിച്ച് അന്യഭാഷ ഒന്ന് പറഞ്ഞ് യേശുവിന് ഒന്ന് നന്ദി പറഞ്ഞ ദേശത്ത് നിന്റെ കുടുംബത്തെ വിശിഷ്ടമായി ദൈവം ഉയർത്താൻ പോകുകയാ. ദേശത്ത് നിന്റെ കുടുംബത്തെ ദൈവം വിശിഷ്ടമായി ഉയർത്താൻ പോകുകയാ. ദേശത്ത് നിന്റെ കുടുംബത്തെ ദൈവം വിശിഷ്ടമായി ഉയർത്താൻ പോകുകയാ.